Hello friends, welcome back to my channel. അപ്പോൾ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ്റെ 2 ക്ലാസ് കഴിഞ്ഞു. അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്, അതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഹീറ്റ് പ്രോസസ്സിങ് പഠിച്ചു, പാസ്ചറൈസേഷൻ പഠിച്ചു, ക്യാനിങ് പഠിച്ചു, കുറേ മെത്തേഡല്ലേ നമ്മൾ നോക്കി. ഓക്കെ, ഫ്രീസിങ് നോക്കി, അതുപോലെ ഇലക്ട്രിക് ഫീൽഡിൽ എങ്ങനെയാണ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നതും പ്രിസർവ് ചെയ്യുന്നതുമായിട്ടുള്ള കുറേ മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് കെമിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് ക്ലാസ് തുടങ്ങാം. അപ്പോൾ കെമിക്കൽ പ്രോസസ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് പ്രിസർവേറ്റീവ്സ് തന്നെയാണ് അല്ലേ. അപ്പോൾ പ്രിസർവേറ്റീവ്സ് നമ്മൾ മിക്ക ഫുഡ് ഐറ്റംസിലും യൂസ് ചെയ്യുന്നവയാണ്. അപ്പോൾ കെമിക്കൽസ് ആണത്. അത് മെയിനായിട്ട് അതിൻ്റെ ഒരു ഫങ്ഷൻ നമുക്ക് നോക്കാം. കെമിക്കൽ യൂസ്ഡ് ടു റിട്ടാർഡ് ഫുഡ് സ്പോയിലേജ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് പ്രൊലോങ് ഷെൽഫ് ലൈഫ്. അതായത് നമ്മുടെ ഫുഡിനെ ബാധിക്കുന്ന സ്പോയിലേജ്, ആ സ്പോയിലേജ് വരുത്തുന്നത് ആരാ? മൈക്രോ ഓർഗാനിസമാണ്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക, അതിൻ്റെ ഗ്രോത്തിനെ തടയുക എന്നതാണ് മെയിനായിട്ട് കെമിക്കൽസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫുഡ് ഐറ്റംസിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ സ്പോയിലേജിനെയാണ് നമ്മൾ ഈ ഒരു പ്രിസർവേറ്റീവ്സ് തടയുന്നത്. ഇത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള ചാർട്ട് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഏതൊക്കെയാണ് പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം യൂസ് ചെയ്യുന്നത് സാൾട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. നമ്മളിപ്പോൾ പിക്കിൾസ് ഒക്കെ ഇട്ട് വയ്ക്കാറില്ലേ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് സാൾട്ടല്ലേ യൂസ് ചെയ്യുന്നത്. അതുപോലെ സാൾട്ടിങ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഷുഗർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ജാം, ജെല്ലീസ് ഇതൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്. സ്മോക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാൾട്ടിങ്ങിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ നമുക്ക് നോക്കാം. അതിൽ സാൾട്ടിലുള്ളത് എന്താണ്? ക്ലോറിനാണ്. ഇത് ഹാംഫുൾ ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഡീഹൈഡ്രേഷൻ മുഖേനയായിരിക്കും അത് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് ഷുഗറിംഗ് ആണ്. ഷുഗറിംഗ് മെയിനായിട്ട് ചെയ്യുന്നത് ഓസ്മോട്ടിക് പ്രഷർ, അതായത് ആ ഓസ്മോട്ടിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണ് അത് എന്ത് ചെയ്യുന്നത്? മൈക്രോബിയൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാട്ടർ ആക്ടിവിറ്റി എന്തായിരിക്കണം? ലെസ് ദാൻ 0.845 ആൻഡ് ഈസ് പ്രിവെൻറ്റ് മീസോഫൈൽ ഈസ്റ്റ് ആൻഡ് മോൾഡ്. മീസോഫൈൽ ഈസ്റ്റ് ഗ്രോത്തിനെ, ഈ മോൾഡിനെ എല്ലാം അത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് പ്രിവെൻറ്റ് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഗ്രോത്ത്. ബാക്ടീരിയൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫംഗൽ ഗ്രോത്തിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് അടുത്ത് ആർട്ടിഫിഷ്യൽ കെമിക്കൽ പ്രിസർവേറ്റീവ്സിനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഉള്ളത് അസിഡുലൻസ് ആണ്. അസിഡുലൻസ് എന്ന് പറയുന്നത് ബെൻസോയിക് ആസിഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ബെൻസോയിക് ഈസ്റ്റിൻ്റെ ഗ്രോത്തിനെയാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് സോർബിക് ലെസ് ദാൻ 0.3% ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാക്റ്റിക് ആസിഡ് ഡിഗ്രീസ് pH ലെവൽ. ഇതിലൊരു മെയിൻ ഒരു പോയിന്റ് എടുത്ത് പറയാണ്. അതായത് നമ്മുടെ pH ലെവൽ കുറയുന്നതിനനുസരിച്ച്, pH ലെവൽ കുറയുന്നത് എന്താ? ആസിഡിക് കണ്ടീഷനിലായിരിക്കും കുറയുന്നത്. ആ ഒരു ആസിഡ് കണ്ടീഷനിലേക്ക് കുറയുന്നതിനനുസരിച്ചിട്ട് മൈക്രോബിയൽ ഗ്രോത്ത്, ഇൻഹിബിറ്റേഷൻ, ആ ഒരു കെമിക്കൽ ആക്ടിവിറ്റി കൂടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നിങ്ങൾ വെച്ചിരുന്നു. അതായത് pH കുറയുന്നതിനനുസരിച്ച് ഒരു അസിഡിക് pH എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കെമിക്കൽ ആക്ടിവിറ്റി അപ്പോഴേക്കും ബെസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഹിബിഷൻ നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. അതാണ് ലാക്റ്റിക് ആസിഡ് ഡിക്രീസസ് ദ pH ലെവൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഗാഷിയസ് പ്രിസർവേറ്റീവ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സൾഫർ ഡയോക്സൈഡ്, സൾഫേറ്റ്സ്. അതിൻ്റെ pH എത്രയാണ്? ഇസ് ലെസ് ദാൻ 4. ആൻഡ് കാർബൺ ഡയോക്സൈഡിൻ്റെ മെയിൻ ഫംഗ്ഷൻ ഇൻഹിബിറ്റ് സൈക്ലോട്രോഫിക് മൈക്രോ ഓർഗാനിസംസ് ആൻഡ് റിട്ടാർഡ് ഈസ്റ്റ് ആൻഡ് മോൾഡ് ഗ്രോത്ത്. അതായത് സൈക്ലോട്രോഫിക് മൈക്രോ ഓർഗാനിസംസിനെയും അതുപോലെ തന്നെ ഈസ്റ്റിനെയും മോൾഡ് ഗ്രോത്തിനെയും എല്ലാം അത് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൈക്ലോട്രോഫിക് ഓർഗാനിസം എന്താണ്? മെയിനായിട്ട് നമുക്ക് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക സൈക്ലോട്രോഫിക് മൈക്രോ ഓർഗാനിസം എന്താണെന്ന്. നെക്സ്റ്റ് ആൻറ്റി ഓക്സിഡൻസ് BHA, BHT, പ്രൊപ്പൈൽ ഗാലേറ്റ്, ടോക്കോഫിനോൾസ് otherwise known as vitamin E. Then ascorbic acid otherwise known as vitamin C. And lecithin is prevent rancidity. ആൻറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുഡ് ഐറ്റംസിൽ നമ്മൾ ആൻറ്റി ഓക്സിഡൻസും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് എക്സാമ്പിൾസ് പറയുന്നത് BHA, BHT, പ്രൊപ്പൈൽ ഗാലേറ്റ്, ടോക്കോഫിനോൾസ്, വൈറ്റമിൻ ഇ, ascorbic acid, lecithin is prevent rancidity. എന്താണ് റാൻസിഡിറ്റി? നമുക്ക് ഫുഡിൽ നമുക്കെല്ലാം ഓൾറെഡി അറിയാവുന്നൊരു
കാര്യമാണ്. റാൻസിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫുഡിൻ്റെ ഫ്ലേവർ ചേഞ്ച് ചെയ്യുക, അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുക, ഡിറ്റീരിയേഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ റാൻസിഡിറ്റി എന്ന് പറയുന്നത്. റാൻസിഡിറ്റി ഈസ് എ ടേം ജനറലി യൂസ്ഡ് ടു ഡിനോട്ട് അൺപ്ലസന്റ് ഓർഡേഴ്സ് ആൻഡ് ഫ്ലേവേഴ്സ് ഇൻ ഫുഡ് റിസൾട്ടിങ് ഫ്രം ഡിറ്റീരിയേഷൻ ഇൻ ദ ഫാറ്റ് ഓർ ഓയിൽ പോർഷൻ ഓഫ് ദ ഫുഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടേംസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കളർ അഡിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സൺസെറ്റ് യെല്ലോ 110, ദെൻ ടാർട്ടാസൈൻ 102 ആൻഡ് കാർമോസൈൻ 122, അലുറ റെഡ് 129, ബ്രില്യൻ ബ്ലൂ 133 ആൻഡ് അമരാന്ത് പർപ്പിൾ 123. അപ്പോൾ ഈ ഒരു ഇത്രയും ഒരു കളർ അഡിറ്റീവ്സ് ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സൺസെറ്റ് യെല്ലോ, ടാർട്ടാസൈൻ, കാർമോസിൻ, അലുറ റെഡ്, ബ്രില്യൻറ്റ് ബ്ലൂ, അമരാന്ത് പർപ്പിൾ ഇവയൊക്കെയാണ് മെയിനായിട്ട് കളർ അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്ലേവർ അഡിറ്റീവ്സ്. ഫ്ലേവർ അഡിറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ്. അപ്പോൾ ഇതിനൊരു മെയിൻ ഫങ്ഷൻ ഉണ്ട്. അത് കൊളസ്ട്രീഡിയം ബോട്ടിലിനത്തിൻ്റെ ഗ്രോത്തിനെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ കൊളസ്ട്രീഡിയം ബോട്ടിലിനം? അതൊരു മെയിൻ ഈ ഫുഡ് ക്യാനിങ്ങിനൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ മെയിനായിട്ട് വളരുന്ന ഒരു ഓർഗാനിസമാണ് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ആ ഒരു ന്യൂറോ ടോക്സിനാണ് ഇത് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബോട്ടിലിനം ടോക്സിൻ. അപ്പോൾ ഇത് മെയിനായിട്ട് ഫുഡ് ബോൺ ഇൻഫെക്ഷനൊക്കെ കോസ് ചെയ്യുന്ന ഒരു ഓർഗാനിസമാണ്. അപ്പോൾ ഈ ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാനാണ് നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ സ്വീറ്റ്നേറ്റ്സ് ഉണ്ട്. സ്വീറ്റ്നേറ്റ്സ് അസ്പാർട്ടൈം 951, അലിറ്റൈം സൂക്രോസ് ഇതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, സ്വീറ്റ്നസ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എമൽസിഫയർ ലെസിത്തിനാണ് എക്സാമ്പിളായിട്ട് വരുന്നത്. ഇത് മെയിനായിട്ടുള്ളത് മിൽക്ക്, എഗ്ഗ്, സോയാബീൻ. ഇത്രയാണ് കെമിക്കൽ പ്രോസസ്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് കൺട്രോളിങ് pH. അതായത് pH നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നത് മുഖേന നമുക്ക് ഫുഡ് പ്രിസർവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ലോ ആസിഡ് ഫുഡ്സ് ആണ്. ലോ ആസിഡ് ഫുഡ് എന്ന് പറയുന്നത് pH ഈസ് ഗ്രേറ്റർ ദാൻ 4.6. അതായത് 4.6 മേലെ pH വരുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ലോ ആസിഡ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഈ സ്പോർസ് ആർ കിൽഡ് ബൈ ഹീറ്റിംഗ് ആൻഡ് കാനിങ്. ഇതിലെ സ്പോറിനെ കില്ല് ചെയ്യുന്നത് ഹീറ്റിംഗ് മുഖേനയോ കാനിങ് മുഖേനയോ ആയിരിക്കും ഈ സ്പോറിനെ കില്ല് ചെയ്യുന്നത്. ഈ ലോ ആസിഡ് ഫുഡ്സിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. വെജിറ്റബിൾ, മീറ്റ്, പൗൾട്രി ഫുഡ്സ് ഒക്കെ ലോ ആസിഡ് ഫുഡ്സിന് എക്സാമ്പിളാണ്. ദെൻ കാനഡ് ലോ ആസിഡ് ഫുഡ് ഉണ്ട്. ദിസ് സ്പോർസ് ആർ ഹീറ്റ് റെസിസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഈ സ്പോർസ് എന്താണ്, പെട്ടെന്നൊന്നും ഹീറ്റിൽ നശിച്ചു പോകത്തില്ല, അത് റെസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ 150.6 ഡിഗ്രി സെൽഷ്യസ് ഈസ് അപ്ലൈഡ് ഫോർ 20 മിനിറ്റ്സ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്പോർസ് ഒക്കെ നമ്മൾ നശിപ്പിച്ച് കളയാൻ പറ്റും. നെക്സ്റ്റ് ആസിഡ് ഫുഡാണ്. ആസിഡ് ഫുഡ് എന്ന് പറയുന്നത് pH ഈസ് ലെസ് ദാൻ 4.6, അതായത് 4.6 താഴെ വരുന്നവയാണ് ആസിഡ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഈസ് പ്രിവെൻറ്റ് ദ ഗ്രോത്ത് ഓഫ് കൊളസ്ട്രീഡിയം ബോട്ടിലിനം. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, കൊളസ്ട്രീഡിയം ബോട്ടിലത്തിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഫ്രൂട്ട്സ്, ഓറഞ്ച്, മാംഗോ, ഗുവാ, ഈ ഫ്രൂട്ട് ഐറ്റംസ് ഒക്കെ നമുക്ക് ഈ ആസിഡ് ഫുഡ്സിന് എക്സാമ്പിളായിട്ട് പറയാം. ടൊമാറ്റോ ഇതൊക്കെ എക്സാമ്പിളായിട്ട് ഇതിൽ പറയാം. ദെൻ pH റേഞ്ച് നോക്കാം. 4 to 4.3 ഈ റേഞ്ചിൽ വരുന്നത് പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ 90.5 ഡിഗ്രി സെൽഷ്യസ് ഈസ് കിൽ ബാക്ടീരിയ ഇസ് നോട്ട് സ്പോർസ്. ഈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നില്ല, സ്പോർ പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല, പക്ഷേ ബാക്ടീരിയ അവിടെ കില്ലായി പോകുന്നുണ്ട്. അടുത്ത pH റേഞ്ച് എന്ന് പറയുന്നത് 4.3 to 4.5 ഇസ് എ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ 99 ഡിഗ്രി സെൽഷ്യസ് ഇസ് കിൽ ബാക്ടീരിയ ഇസ് നോട്ട് സ്പോർ. അതായത് ഇവിടെയും ബാക്ടീരിയയാണ് കില്ലായി പോകുന്നത്, സ്പോർ എന്ത് ചെയ്യുന്നില്ല, നശിക്കുന്നില്ല. നെക്സ്റ്റ് ഹൈ ആസിഡ് ഫുഡാണ്. ആ ഹൈ ആസിഡ് ഫുഡ് എന്ന് പറയുന്നത് pH ഇസ് ലെസ് ദാൻ 3.5. വീണ്ടും അതിൻ്റെ ഏറ്റവും താഴെ പോകുന്ന ഒരു pH നല്ല അസിഡിക് pH ആണ്. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ജാം, ജെല്ലി, പിക്കിൾസ് ഒക്കെ നമുക്ക് ഹൈ ആസിഡ് ഫുഡിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ 85 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ബയോളജിക്കൽ മെത്തേഡ് ഓഫ് പ്രിസർവേഷൻ എന്താണെന്ന് നോക്കാം. അതിന് വരുന്നത് ഫെർമെൻറ്റേഷൻ ആണ് മെയിൻ ടെക്നിക്കായിട്ട് വരുന്നത്. എന്താണ് ഫെർമെൻറ്റേഷൻ? Fermented foods are those which are subjected to action of microorganisms, bacteria, yeast, mold or enzyme to get desirable biochemical changes and cause significant modification in food. അതായത് നമ്മുടെ ഫെർമെൻറ്റഡ് ഫുഡ് എന്ന് പറയുന്നത്
എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇറ്റ്സ് ആക്ഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം, അല്ലെങ്കിൽ ഈ മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം, ഈ എൻസൈം മുഖേനമായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ഫുഡ് കോമ്പോസിഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബയോകെമിക്കൽ ചേഞ്ച് അവിടെ വരുത്താൻ സാധിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഫെർമെൻറ്റഡ് ഫുഡ് എന്ന് പറയുന്നത്. ആ ഫെർമെൻറ്റഡ് ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ദിവസം നമുക്ക് ലോങ് ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഫെർമെൻറ്റേഷൻ ഇസ് ഓഫ്റ്റൻ എ പ്രിസർവ് എ റാ മെറ്റീരിയൽ ഇസ് ഇംപ്രൂവിംഗ് ദ സേഫ്റ്റി വിത്ത് റിഗാർഡ് ടു ഫുഡ് ബോൺ പാത്തോജൻ ആൻഡ് ഈസ് ഇൻക്രീസിങ് ദ ഷെൽഫ് ലൈഫ്. ഈ ഒരു ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് സമയത്ത് ചില കോമ്പൗണ്ട്സ് ഒക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഹാംഫുൾ ആയിട്ടുള്ള പാത്തോജൻസിനെയൊക്കെ അവിടെ ഇൻഹിബിഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷെൽഫ് ലൈഫും കൂട്ടുന്നുണ്ട്. മെയിനായിട്ട് അത് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. പിന്നെ ഇതിന് വേറെ എന്തൊക്കെ എഫക്ട്സ് ഉണ്ട്? ആൻറ്റി മൈക്രോബിയൽ എഫക്ട്സ് ഉണ്ട്. ഫെറസൈൻസിനെ കീലേറ്റ് ചെയ്യുന്നുണ്ട്. ഡീഗ്രേഡ് നൈട്രേറ്റ് ആൻഡ് കൊളസ്ട്രോൾ, നൈട്രേറ്റിനെയും കൊളസ്ട്രോൾസിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇൻഹിബിഷൻ ഓഫ് ഫുഡ് ബോൺ പാത്തോജൻസ്, ഫുഡ് ബോൺ പാത്തോജനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അതിൻ്റെ ഗ്രോത്തിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയാം, ലാക്ടോകോക്കസ് ലാക്റ്റിക്സ് ഇസ് എ ലാക്ടോകോക്കസ് ലാക്റ്റിക് ഈസ് പ്രിവെൻറ്റ് ദ സ്പോയിലേജ് ആൻഡ് ഇസ് പാത്തോജനിക് ബാക്ടീരിയ. അവിടെ സ്പോയിലേജിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ പാത്തോജനിക് ബാക്ടീരിയാസിനെ ഇൻഹിബിറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും ലാക്ടോകോക്കസ് ലാക്റ്റിക്സിന് ഉണ്ട്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആൻറ്റി ബാക്ടീരിയ സ്ട്രെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലാക്ടോബാസിലസ് പ്ലാന്റേരം, ലാക്ടോബാസിലസ് പെൻഡോസസ് ആൻഡ് ലാക്ടോബാസിലസ് പാരാക്കേസി ഒക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. ആൾ ദിസ് ആർ ഹൈലി ഹീറ്റ് റെസിസ്റ്റൻറ്റ്. ഇത് വന്നിട്ട് എന്താണ്, ഹൈലി ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഒരു 65°C to 121°C എന്താണ് ഇത് റെസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു അസിഡിറ്റി റേഞ്ച് എന്ന് പറയുന്നത് pH 2 to 6 ആണ് ഈ ഒരു അസിഡിറ്റി റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് പാക്കേജിങ് മെത്തേഡ്സ് ആണ്. പാക്കേജിങ് ഫുഡ് പ്രിസർവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അറ്റ്മോസ്ഫെറിക് പാക്കേജിംഗ് ആണ്. മോഡിഫൈഡ് അറ്റ്മോസ്ഫെറിക് പാക്കേജിംഗ്, MAP. ഓക്കെ, മോഡിഫൈയിങ് ദ കോമ്പോസിഷൻ ഓഫ് ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ ഓഫ് ദ പാക്കേജ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ ഷെൽഫ് ലൈഫ്. അതായത് നമ്മുടെ പാക്കേജ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്യുക, ഓക്സിജനെ റിമൂവ് ചെയ്യുക. അതിന് പകരം നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡോ നൈട്രജൻ ഗ്യാസ് ഒക്കെ ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. സോ അത് മെയിനായിട്ട് എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, രണ്ട് പോയിൻ്റാണ് മെയിനായിട്ട് വരുന്നത്. കൺട്രോൾ ദ ഹ്യൂമിഡിറ്റി ലെവൽ, അതിൻ്റെ ഹ്യൂമിഡിറ്റി ലെവൽ കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഗ്യാസ് കോമ്പോസിഷനെ മോഡിഫൈ ചെയ്യുക. ഇത് ഇങ്ങനെ ചെയ്യുന്നത് മുഖേന നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. റെഡ്യൂസ് ദ ലിപ്പിഡ് ഓക്സിഡേഷൻ റിയാക്ഷൻ, മെയിൻറ്റെയിൻസ് ദ റെസ്പിറേഷൻ, ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് എയറോബിക് ബാക്ടീരിയ. ഇപ്പോൾ എയറോബിക് ബാക്ടീരിയ നമുക്ക് അറിയാം പ്രസൻസ് ഓഫ് ഓക്സിജനിലായിരിക്കും ലീവ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യത്തില്ല, ഇത് ലീവ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻറ്റേർണൽ കോമ്പോസിഷൻ എപ്പോഴും എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ബേസ് കാര്യം എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, അത് മോഡിഫൈ ചെയ്യുക. മോഡിഫൈ ദ കോമ്പോസിഷൻ ഓഫ് ഇൻറ്റേർണൽ അറ്റ്മോസ്ഫിയർ ഓഫ് എ പാക്കേജ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ ഷെൽഫ് ലൈഫ്. ദിസ് ദ കൺട്രോൾ ദ ഹ്യൂമിഡിറ്റി ലെവൽ ആൻഡ് ഇസ് ഓൾസോ ഇസ് മോഡിഫൈ ദ ഗ്യാസ് കോമ്പോസിഷൻ. ഓക്സിഡേഷനൊക്കെയാണ് മെയിനായിട്ട് ഒരു ഫുഡ് ഡീകോമ്പോസിഷന് കാരണമാകുന്ന കാര്യം. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെസ്പിറേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ഈസ് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് എയറോബിക് ബാക്ടീരിയയിലെ ഇൻഹിബിറ്റും ചെയ്യുന്നുണ്ട്. ഈസ് മോഡിഫിക്കേഷൻ പ്രോസസ് ഈസ് ജനറലി ലോവേഴ്സ് ദ ഓക്സിജൻ ഇത് ഹെഡ് സ്പേസ് ഓഫ് ദ പാക്കേജ്. ഈ ഒരു നമുക്കറിയാം അല്ലേ, ഫുഡൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഹെഡ് സ്പേസ്, അതിനൊരു മുകളിലായിട്ടൊരു സ്പേസ് കാണും. അപ്പോൾ അവിടെ ഓക്സിജനെ മാറ്റിയിട്ട് എന്ത് ചെയ്യും, നൈട്രജൻ ഗ്യാസോ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസോ റീപ്ലേസ് ചെയ്യും. ഇതിന് മെയിനായിട്ട് ടൈപ്സ് ഓഫ് മോഡിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് രണ്ട് മോഡിഫിക്കേഷനാണ് മെയിനായിട്ട് ഉള്ളത്, ആക്റ്റീവ് മോഡിഫിക്കേഷനും പാസീവ് മോഡിഫിക്കേഷനും. ആക്റ്റീവ് മോഡിഫിക്കേഷൻ ഈസ് ആൾസോ കോൾഡ് ഗ്യാസ് ഫ്ലഷിംഗ് എന്നാണ് അതിന് പറയുന്നത്. ദെൻ ഈസ് ഇൻവോൾവ്സ് ദ ഡിസ്പ്ലേസിംഗ് ദ എയർ വിത്ത് കൺട്രോൾഡ് ഡിസൈഡ് മിക്സ്ചർ ഓഫ് ഗ്യാസസ്. അതായത് ഈ അകത്തുള്ള എയർ ഓക്സിജൻ കണ്ടന്റൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മിക്സ്ചർ ഓഫ് ഗ്യാസസിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അത്രയുള്ള ആക്റ്റീവ് മോഡിഫിക്കേഷൻ. നെക്സ്റ്റ് വൺ ഈസ് പാസീവ് മോഡിഫിക്കേഷൻ. Passive modification is occurs as a consequence of food respiration and metabolism of microorganism present inside it. അതായത് ഇതിൻ്റെ അകത്ത് നടക്കുന്ന മെറ്റബോളിസം അല്ലെങ്കിൽ ഫുഡ് റെസ്പിറേഷൻ ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, കൺസീക്വൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാസീവ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂസ്ഡ് വിത്ത് ചില്ലിങ് യൂസ് ചെയ്തിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കേജിങ് മെറ്റീരിയൽസും കൂടെ നമുക്ക് നോക്കാം. ഇതിവിടെ ഫ്ലെക്സിബിൾ ഫിലിംസ് യൂസ് ചെയ്യുന്നുണ്ട്.
അതിന് ഓരോ ഫിലിംസിനും ഇന്ന ഫുഡ് ഐറ്റമാണ് വെക്കേണ്ടതെന്നുണ്ട്. പിന്നെ LDPE, PVC, OPP, ദെൻ പെർമിയബിൾ ലിമിറ്റ്സ്, ബാരിയർ ഫിലിംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഫുഡ് ഐറ്റംസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിക് പാക്കേജിങ്, CAP എന്താണെന്ന് നോക്കാം. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ ആസ് വെൽ എസ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഓഫ് സ്റ്റോറേജ് റൂം റെഗുലേറ്റഡ്. അതായത് ആ സ്റ്റോറേജ് റൂമിലുള്ള ഓക്സിജൻ്റെ അളവ്, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ്, നൈട്രജൻ്റെ അളവ്, ഈവൻ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ ഈസ് റെഡ്യൂസ്ഡ് ടു 1.5 to 2% ബൈ റീപ്ലേസിങ് ഇറ്റ് വിത്ത് നൈട്രജൻ ആൻഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. ഇവിടെ നൈട്രജൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും, കാർബൺ ഡയോക്സൈഡ് കുറച്ചായിരിക്കും പോകുന്നത്. വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട് പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാക്കേജ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു റെഗുലേഷൻ വരുന്നത്. ഓക്സിജൻ 1.5 to 2% വരെ റെഡ്യൂസ് ചെയ്യുകയും അതിന് പകരമായിട്ട് നൈട്രജൻ്റെ അളവ് കൂട്ടുകയും കാർബൺ ഡയോക്സൈഡ് ലിറ്റിൽ ബിറ്റായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൺട്രോൾ ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇൻസെക്ട്സിനെയും പെസ്റ്റിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എത്രയാണെന്ന് നോക്കാം. ഈസ് ഗ്രേറ്റർ ദാൻ 30% കാർബൺ ഡയോക്സൈഡ്, ടെമ്പറേച്ചർ ഈസ് ലെസ് ദാൻ 50 degree Celsius ആണ് മെയിനായിട്ട് ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോർ കൺട്രോളിങ് ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റ്. നെക്സ്റ്റ് ഡിസിൻഫെക്ഷൻ ഓഫ് ഡ്രൈ ഗ്രെയിൻസ്. നമുക്ക് ഡ്രൈ ഗ്രെയിൻസിനെയൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്ത് കളയണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രയാണ് വരുന്നത് കണ്ടീഷൻ നമ്മൾ നോക്കുക. ഈസ് ലെസ് ദാൻ 13% MC വിത്ത് കാർബൺ ഡയോക്സൈഡ് ഓർ അപ്രോക്സിമേറ്റ്ലി 25 degree Celsius. ഇതിന് എക്സാമ്പിളായിട്ട് നോക്കാം. ഗ്രെയിൻസ്, ലെഗ്യൂംസ്, ഓയിൽ സീഡ്സ് ഒക്കെയാണ് ഇതിനായിട്ട് മെയിൻ പ്രൊഡക്ട്സിന് നമ്മൾ വരുന്നത്. ഡ്രൈ ഗ്രെയിൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് നമുക്കിനി ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്താണെന്ന് നോക്കാം അല്ലേ. ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഒരു മേജർ ടെക്നോളജിയാണ് കോൾഡ് പ്ലാസ്മ. ഈ കോൾഡ് പ്ലാസ്മ എന്ന് പറയുന്നത് ഒരു ഇന്നോവേഷൻ ടെക്നോളജി ഫോർ ഡീകണ്ടാമിനേഷൻ ഓഫ് ഫുഡ്. അതായത് ഫുഡിനെ ഡീകണ്ടാമിനേഷൻ ചെയ്യാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ്, ഒരു ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ടെക്നിക്കാണിത്. ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ ആൻറ്റി മൈക്രോബിയൽ പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് റെഡ്യൂസ് ദ ഹ്യൂമൻ പാത്തോജൻസ് ലൈക്ക് എസ്കീഷ്യ കൊലി, ലിസ്റ്റീരിയ മോണോസൈറ്റോജിൻ, സാൽമോണല്ല, സ്റ്റെഫിലോകോക്കസ് ഓറിയസ്, ഷിഗല്ല ഇങ്ങനെയുള്ള ഹ്യൂമൻ പാത്തോജൻസ്, അതായത് പാത്തോജനിക് ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ കുറയ്ക്കാനും ഈ ടെക്നോളജിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ഇതിന് ഉണ്ടാകുന്ന റിയാക്റ്റീവ് പ്രൊഡക്ട്സ് എന്താണെന്ന് നോക്കാം. ഓക്സിജൻ, ഓക്സോൺ, NOx, then charged particles, heavy ions or electrons, ഇതൊക്കെ അതിൻ്റെ റിയാക്റ്റീവ് പ്രൊഡക്ട്സ് ആണ്. ഇതിൻ്റെ അടുത്ത് ആപ്ലിക്കേഷൻ നോക്കാം. ആപ്ലിക്കേഷൻ വരുന്നത് കണ്ടാമിനേഷൻ ഓഫ് ദ produced by potentially harmful biocide residue and disinfection of high moisture food and granular food and the enzyme inactivation and packaged food and packing material disinfection. അപ്പോൾ ഭയങ്കര വൈഡ് ആപ്ലിക്കേഷൻ വരുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഒരു കോൾഡ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇസ് എ കണ്ടാമിനേഷൻ ഓഫ് ദ പ്രൊഡ്യൂസ് പൊട്ടൻഷ്യൽ ഹാർംഫുൾ ബയോസൈഡ് റെസിഡ്യൂസ്. ദെൻ ഇങ്ങനെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലി ഹാർംഫുൾ ആയിട്ടുള്ള ബയോസൈഡ് റെസ്യൂഡ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഡിസിൻഫെക്ഷൻ, അതായത് ഹൈ മോയ്സ്ചർ ഫുഡ്, ഗ്രാനുലർ ഫുഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിൻഫെക്റ്റ് ചെയ്യാൻ ഈ ടെക്നോളജി കൊണ്ട് യൂസാണ്. പിന്നെ അതുപോലെ തന്നെ എൻസൈംസിനെ ഈ മൈക്രോബ്സ് ഒക്കെ എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യില്ലേ, അപ്പോൾ അതിനെയൊക്കെ ഇനാക്ടിവേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പാക്കേജ്ഡ് ഫുഡ് ആൻഡ് പാക്കേജിങ് മെറ്റീരിയൽസിൻ്റെ ഡിസിൻഫെക്ഷനും ഈ ടെക്നോളജി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അതുപോലെ എൻ്റെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.